നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഒരു ബാഗ് നിറയെ കെറ്റാമിൻ പില്ലുകളും എക്ടസി പില്ലുകൾ, കൈ നിറയെ മഷ്റൂംസുകൾ, അതോടൊപ്പം തന്നെ വൈറ്റ് ഹൗസിൽ അധികാരം, ലോകത്ത് രാജാവായിട്ടുള്ള ട്രംപ് എന്നുള്ള ഉന്നതനായ വ്യക്തിയുമായിട്ടുള്ള സൗഹൃദം. ഇതൊരു സിനിമാ കഥയല്ല. ഇത് വേറെ ആരുമല്ല, ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയായിട്ടുള്ള ഇലോൺ മസ്കിന്റെ ജീവിതകഥയാണ്. അമേരിക്കയിലേക്ക് ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ബോംബ് ഷെല്ലായിട്ട് വന്നിരിക്കുന്ന ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച ഇലോൺ മസ്കിന്റെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പാണ്. അമേരിക്കൻസ് ഞെട്ടിയിരിക്കുകയാണ്. ഒരു മയക്കുമരുന്ന് അടിച്ചവനായിരുന്നു അമേരിക്ക ഇത്രയും കാലം, ഏകദേശം 4 മാസം നിയന്ത്രിച്ചിരുന്നത്. അതായത് ക്ലാസിഫൈഡ് ഡേറ്റ മുതലും, അതായത് ലോക നേതാക്കന്മാർ വരുമ്പോൾ അവിടെ അടുത്തിരിക്കുന്നു, അദ്ദേഹം ഡിപ്പാർട്ട്മെന്റ് ആയി കൊടുത്തിരിക്കുന്നു, അതിൽ കൂടെ അദ്ദേഹം ലക്ഷക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടുന്നു, ഫണ്ടുകൾ കട്ട് ചെയ്യുന്നു, മന്ത്രിമാരെ ശകാരിക്കുന്നു, മന്ത്രിമാരെ അസമയത്ത് വിളിച്ച് ഹാജരാവാൻ വേണ്ടി പറയുന്നു. അങ്ങനെ നമ്പർ 2 സെക്കൻഡ് കമാൻഡിന്റെ, അതായത് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ജെ ഡി വാൻസ് പോലും അപ്രത്യക്ഷമായിരിക്കും അമേരിക്കയിൽ കഴിഞ്ഞ 4 മാസം വരെ. ഏകദേശം സീനിയർ വി പി ആയി വിലസിയിരുന്ന ട്രംപിന്റെ അണിയറ കഥകൾ വിളിച്ചു തൂന്നിരിക്കുകയാണ്. വെൽക്കം ടു മൈ ടോക്ക് ഷോ അഗൈൻ സർ. താങ്ക് യു വൺസ് അഗൈൻ ഫോർ വാച്ചിങ്. സുഹൃത്തുക്കളെ, ന്യൂയോർക്ക് ടൈംസ് ഇന്ന് കാലത്ത് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. വേറെ ആരെ പറ്റുമല്ല, സ്പേസ് എക്സ്, ന്യൂറോ ലിങ്ക്, ടെസ്ല, പിന്നെ ട്വിറ്റർ, അതിൻ്റെയൊക്കെ ഫൗണ്ടറും ഓണറുമായിട്ടുള്ള ഇലോൺ മസ്കിനെ പറ്റിയാണ്. വേറൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഡ്രഗ് യൂസേജിനെ പറ്റി. അദ്ദേഹം കണ്ടിന്യൂസ്ലി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ക്യാറ്റിൻ എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എ പ്രിസ്ക്രൈബ് ഡ്രഗ്, അത് എക്ടസി പിന്നെ മഷ്റൂംസ് കണ്ടിന്യൂസ്ലി 20ഓളം പിൽസുകൾ ഡെയിലി അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു അത് അടുത്ത വൃത്തങ്ങളും. അദ്ദേഹത്തിന്റെ മുറിയിൽ ലേബൽ മാറ്റി, അതായത് സ്റ്റിമുലൻസ് എന്നുള്ള വ്യാജേന ഈ പറഞ്ഞ മരുന്നുകൾ എല്ലാ ബാഗിൽ വെച്ചിരുന്നു, അദ്ദേഹം സ്ഥിരമായി കഴിച്ചിരുന്നു എന്നാണ് പലരും പറയുന്നത്. അത് കഴിച്ച ശേഷം അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെ പറ്റി പലർക്കും എന്താ പറയുക, അദ്ദേഹം ഇൻഫ്ലുവൻസ്, അതായത് ഇത് കഴിഞ്ഞ ശേഷം, മരുന്ന് കഴിച്ച ശേഷം അദ്ദേഹം വളരെ ഉന്മേഷവാനും, അതിന്റെ പെരുമാറ്റം നമ്മൾ പലപ്പോഴും കണ്ടതാണ്. പല വേദികളിലും അദ്ദേഹം ഉറക്കം തൂങ്ങുന്നു, പല സമയത്ത് കണ്ണു തുറക്കുന്നു. അദ്ദേഹം മലയാളത്തിലെ പ്രമുഖ നടൻ ഈ അടുത്ത കാലത്ത് ഇതൊക്കെ ഉപയോഗിച്ച് പിടിക്കപ്പെടുകയും പിന്നെ ഏതാ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോയിരുന്ന നടനുണ്ട്. അദ്ദേഹത്തിന്റെ പെരുമാറ്റവും ഇലോൺ മസ്കിന്റെ പെരുമാറ്റവും ഒരേപോലെയാണ്. സ്റ്റേജിൽ വരുന്നു, ചാടി ചാടി തുള്ളുന്നു, ഡാൻസ് കളിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇതൊരു മോശം കാര്യമല്ല, പക്ഷെ അതിലെന്തോ ഒരു അസ്വാഭാവികത ഉണ്ട്, ഒരു സാധാരണ വ്യക്തി ചെയ്യുന്നില്ല. അദ്ദേഹം ഒരു വേദിയിൽ ചെയിൻസോ കൊണ്ടുവരുന്നു, അദ്ദേഹം മകനെ കൊണ്ടുവരുന്നു, ആരും കാണിക്കാത്തൊരു വാത്സല്യം മകനോട് കാണിക്കുന്നു, മകനെ തല ഉയർത്തിപ്പിടിക്കുന്നു. എന്തൊക്കെയോ അദ്ദേഹം വൈറ്റ് ഹൗസിനെ ശരിക്കും പറഞ്ഞ ഒരു പ്ലേ ഗ്രൗണ്ട് ആക്കി മാറ്റി, അല്ലെങ്കിൽ ഒരു കോമാളിയാക്കി മാറ്റിയിരിക്കുകയാണ്. വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ട ഒരു ജോക്കറായി മാറിയിരിക്കുകയായിരുന്നു ഈ പറഞ്ഞ ഇലോൺ മസ്കും അദ്ദേഹത്തിന്റെ വൃത്തങ്ങളും. ഇപ്പൊ ഡോജിന്റെ റൂൾ അദ്ദേഹത്തിന് ഈ പറയുന്ന ജൂലൈ മുതലാണ് അദ്ദേഹം ട്രംപുമായി അടുത്ത് വരുന്നത്. കാരണം ഈ ജൂലൈക്ക് മുമ്പ് അദ്ദേഹം മെയ് മാസത്തിൽ ഒരു സുഹൃത്തിന് ഒരു ഇമെയിൽ അയച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് ബൈഡൻ മന്ത്രിസഭയിലെ ബൈഡന്റെ നമ്പർ 2 ശത്രു ഞാനാണെന്ന് പറഞ്ഞു. കാരണം ആഫ്റ്റർ ട്രംപിനെതിരെയുള്ള കേസുകളൊക്കെ നമുക്കറിയാം. അതിനുശേഷം ബൈഡൻ നോട്ടം വെച്ചിരുന്നത് ഈ പറയുന്ന ഇലോൺ മസ്കിന് ഒരുപാട് കേസുകളുണ്ട്. അതായത് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ടെസ്ലയുടെ ഓട്ടോ പൈലറ്റ്, അതായത് ഓട്ടോ പൈലറ്റുമായി ബന്ധപ്പെട്ട് ഈ തനിയെ ഓടിക്കുന്ന വണ്ടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപകടങ്ങൾ വന്നു, അതിൽ ഒരുപാട് പേര് മരിക്കുകയുണ്ടായി. അതിന് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. രണ്ടാമത്തെ ഇൻവെസ്റ്റിഗേഷൻ റേസിൽ അബ്യൂസ്, അദ്ദേഹത്തിന്റെ കമ്പനി ആയിട്ടുള്ള സ്പേസ് എക്സ്, ടെസ്ല, പിന്നെ ഈ പറയുന്ന എക്സിലൊക്കെ റേസിലെ, അതായത് വംശീയമായ ആളുകളെ വിദ്വേഷം പടർത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾക്ക് പറ്റി അന്വേഷണം നടക്കുന്നു. അത് മൂന്നാമത്തെ അന്വേഷണം എന്ന് പറയുന്നത് ടെസ്ല വണ്ടികളുടെ മൈലേജ് തന്നെ കൂട്ടാൻ, അതായത് വാറണ്ടി പീരീഡ് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക്കലി സ്പീഡ് മീറ്ററിൽ കൃത്രിമം കാണിച്ച് പെട്ടെന്ന് മൈലുകൾ കൂട്ടാനുള്ള ശ്രമം നടത്തി. അങ്ങനെ ഒരു ബഞ്ച് ഓഫ് കേസുകൾ ഈ പറഞ്ഞ ഇലോൺ മസ്കിനെതിരെ ബൈഡൻ മന്ത്രിസഭ എടുത്തിരുന്നു. ആ സമയത്താണ് ഈ പറഞ്ഞ അദ്ദേഹം കൂടുവിട്ട്, ഡെമോക്രാറ്റ് ആയിരുന്നു അദ്ദേഹം, ഈ പറഞ്ഞ ട്രംപിന്റെ ക്യാമ്പയിനിലേക്ക് വരുന്നു. ഏകദേശം $275 മില്യൺ ട്രംപ് കൊടുത്തിരുന്നത്, സംഭാവന കൊടുത്തു. ട്വിറ്റർ പോലും വാങ്ങിച്ചത് ട്രംപിന് വേണ്ടിയായിരുന്നു. അങ്ങനെ അദ്ദേഹം കൂടെ വന്നു, ട്രംപിനെ വിജയിപ്പിച്ചു. അതിനുശേഷം ഒരു ഡോജ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി കൊടുത്തു. രാമസ്വാമിയുമായി കൂടെ ചേർന്നു. അങ്ങനെ ഒരുപാട് ഫെഡറൽ ഫണ്ടുകൾ മരവിപ്പിച്ചു. ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ട്രംപിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ച വെള്ളക്കാരെ തന്നെയാണ് ആദ്യമേ തന്നെ പറഞ്ഞു വിട്ടത്. ചെറിയ ജോലികൾ, ചെറിയ കുടുംബങ്ങൾ, അതായത് 10,000, 15,000, $25,000 മാസ ശമ്പളം വാങ്ങുന്ന ആളുകൾ പിരിച്ചുവിടുകയാണ്. കൂടിയാലോചനയില്ല, പെട്ടെന്ന് തീരുമാനം. അതായത് ഈ പറയുന്ന ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഈ ഒരു ഡ്രഗിന്റെ യൂസ് കൊണ്ടായിരിക്കാം ഈ ഒരു പക്ഷെ പെട്ടെന്ന് തീരുമാനം എടുക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന, ഞാൻ ഒരു പക്ഷെ ഒരുപാട് വേദികളിൽ കണ്ടതാണ്, ഈ ട്വിറ്റർ അദ്ദേഹം ഫയർ ചെയ്യുന്ന എംപ്ലോയീസിന് ഇന്നും വീഡിയോസ് ഉണ്ട്. അത് വീഡിയോ കോൾ വന്ന ആൾക്കാർ ഫയർ ചെയ്യും, നീ പുറത്തു പോകും, നീ പുറത്തു പോകും.
അത് പെട്ടെന്നാണ് അദ്ദേഹം, ഞാൻ പറയുന്നത് അദ്ദേഹം ഈസ് എസ്റ്റാബ്ലിഷ്ഡ് സക്സസ്ഫുൾ ആയിട്ടുള്ള മാനാണ്. എന്നാൽ പോലും ഡ്രഗ് എന്നുള്ള അദ്ദേഹത്തിന് എവിടെയോ വെച്ച് കയറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം അടുത്ത സുഹൃത്തുക്കളുമായി പറഞ്ഞു ഗോൾ ബാഡറിൽ പ്രശ്നമുണ്ട്, ഈ പറഞ്ഞ എക്ടസ് ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം തനിയെ മൂത്രമൊഴിച്ചു പോകുന്നു പറയുന്നത് പലപ്പോഴും പല അവസരങ്ങളും. ഇഫ് എനിബഡി യൂസ് ഡ്രഗ്, നിങ്ങൾ തനിയെ മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ യു നീഡ് ഹെൽപ്പ്. നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ അതൊന്നുമല്ല, ഇറേറ്റിക്കുള്ള ബിഹേവിയർ നമ്മൾ കണ്ടതാണ് പല സ്ഥലങ്ങളും. നാസി സ്റ്റൈലിൽ സല്യൂട്ട് ചെയ്യുന്നു, ഞാൻ പറഞ്ഞ കുട്ടിയെ കൊണ്ടുവരുന്നു, പിന്നെ ചെയിൻസോ കൊണ്ടുവരുന്നു, ഉറക്കം തൂങ്ങുന്നു, ചിരിക്കുന്നു, കണ്ണടയ്ക്കുന്നു. ഒരു സാധാരണ വ്യക്തിയാണോ എന്ന് പലരും സംശയിക്കുകയായിരുന്നു ഈ പറയുന്ന ഇലോൺ മസ്ക്. പക്ഷേ ഇവിടെ ഏറ്റവും കൺസേൺ എന്ന് പറഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റി കൺസേൺ ആണ്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് ക്ലാസിഫൈഡ് ഡേറ്റ, അമേരിക്കയുടെ വാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അമേരിക്ക എങ്ങനെ ചൈനയെ ആക്രമിക്കുമെന്ന് അദ്ദേഹം ചോദിക്കുന്നു, പെന്റഗണിൽ പോയി രേഖകൾ ആവശ്യപ്പെടുന്നു, എംപ്ലോയീസിനോട് എല്ലാ ജനങ്ങളും ടാക്സുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെടുന്നു. സോ സെക്യൂരിറ്റി കൺസേൺ, അതായത് ലോക നേതാക്കന്മാരുമായി സംസാരിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി വന്നപ്പോൾ കാണുന്നു, അദ്ദേഹം ഈ സെലൻസ്കി ആയിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം വന്ന് എവിടെ എവിടെ പോയാലും, ട്രംപ് അവിടെ പോയാലും അവിടെയൊക്കെ ഈ നമ്പർ 2 ആയിട്ടുള്ള ഇലോൺ മസ്ക് ഉണ്ട്. അപ്പൊ അതായത് എന്തൊക്കെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും അദ്ദേഹത്തിന് ഒരു 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 സ്വാധീനം അവിടെ കാണുന്നുണ്ട്. ട്രംപിന്റെ എല്ലാവിധ ഈ പറഞ്ഞ കഴിഞ്ഞ 90 ദിവസത്തിലെ തീരുമാനങ്ങളുടെ പുറകിലും ഇലോൺ മസ്ക് ആണ്. ഇപ്പോൾ ട്രംപിന്റെ പാളിപ്പോയി, പല തീരുമാനം പാളിപ്പോയിന്റെ പുറകില് വേറെ ആരുമല്ല, ഈ പറയുന്ന ഇലോൺ മസ്ക് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. പല വൃത്തങ്ങളും പറഞ്ഞ ട്രംപിന് അറിയാം എന്നാണ് ഈ പറയുന്നത്. കാരണം ട്രംപ് അറിഞ്ഞു എന്നാണ് പറയുന്നത്. ഈ പറയുന്ന ഇലോൺ മസ്കിന്റെ പെരുമാറ്റം, അതായത് ഇലോൺ മസ്ക് ഉച്ചത്തിൽ സംസാരിക്കുന്നു, മന്ത്രിസഭാ യോഗത്തിൽ ശകാരിക്കുന്നു, അദ്ദേഹം ചില ദിവസങ്ങളിൽ അവിടെ കിടന്ന് വൈറ്റ് ഹൗസിൽ ഉറങ്ങി പകുതി സമയം എണിച്ചു പോകുന്നു, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയാണ് അദ്ദേഹത്തെ പറ്റി. പക്ഷേ ട്രംപ് അധികാലം ട്രംപിന് മിണ്ടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ട്രംപ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുകയാണ് ഈ പറയുന്ന ഇവനെ പുറത്താക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ ചോദിക്കാവുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ട്രംപ്, ഈ മസ്ക് ഈ പറയുന്ന ട്രംപിന്റെ ഈ പറഞ്ഞ താരിഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായാൽ പോലും, ഈ ഫോറിൻ പോളിസി ആയാൽ പോലും, ഇതിലൊക്കെ അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെലുത്തിയിരുന്നു ഈ ഡ്രഗ് അടിച്ച ശേഷം. അങ്ങനെയായിരുന്നെങ്കിൽ ഇറ്റ്സ് എ വെരി ബിഗ് കൺസേൺ. അങ്ങനെയാണെങ്കിൽ ട്രംപ് അറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ഇവൻ മദ്യപിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിച്ച് ആണ് ഈ പറയുന്ന തീരുമാനങ്ങൾ എടുത്തതെങ്കിൽ ട്രംപിന് പണി വരാൻ പോകുന്നേ ഉള്ളൂ. ട്രംപിന് ചിറകരിഞ്ഞിരിക്കുകയാണ്. ട്രംപിനെ ഇംപീച്ച് ചെയ്യാൻ ഡെമോക്രാറ്റ് മുന്നോട്ട് വരും. കാരണം അന്വേഷണം ഉണ്ടായേ പറ്റൂ. കാരണം ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം മദ്യപിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിച്ച വ്യക്തി ലോകത്തിനെ നിയന്ത്രിക്കേണ്ട നിയമങ്ങളെ പറ്റി അവൻ